നമസ്കാരം. ലൈക്ക് ലൈവിലേക്ക് സ്വാഗതം. പൂമുഖം ആരംഭിക്കുകയാണ്. നമ്മോടൊപ്പം ഇന്ന് അതിഥിയായുള്ളത് ഡോക്ടർ കെ മുരളീധരൻ നായർ, വാസ്തു ആചാര്യൻ, വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതി. നമസ്കാരം സർ. നമസ്കാരം സർ. ഇന്ന് നമുക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ദിശയുമായി ബന്ധപ്പെട്ടതാണ്. സർ, തെക്ക് ദർശനമായ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല മുറിഞ്ഞ രീതിയിലാണ്, അങ്ങനെയാണ് പണിഞ്ഞിരിക്കുന്നത്. വടക്ക് കിഴക്ക് മൂല മുറിഞ്ഞാൽ തലമുറ വാഴില്ലെന്നാണ് ഒരു വാസ്തുകാരൻ എന്നോട് പറഞ്ഞത്. അത് ശരിയാണോ? ശരിയാണെങ്കിൽ ഇത്തരത്തിൽ പണിഞ്ഞുപോയ വീട് എന്താണ് ഈ ദോഷം മാറ്റാനായി ഞാൻ ചെയ്യേണ്ടത്? അതുപോലെ പ്രധാന വാതിൽ തെക്ക് കിഴക്കായിട്ടാണ് ഇരിക്കുന്നത്. വീട് കുറച്ച് ഉയർത്തി ആണ് വെച്ചിരിക്കുന്നത്, ഉയർത്തേണ്ടി വന്നു. അതുപോലെ സ്റ്റെപ്പുമായി ബന്ധപ്പെട്ട് സ്റ്റെപ്പ് തെക്ക് കിഴക്കായി കൊടുത്താൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. നമുക്ക് സ്റ്റെപ്പിൻ്റെ കാര്യം രണ്ടാമത് വരാം. നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ ആദ്യ സംശയങ്ങളിലോട്ട് തന്നെ പോകാം. അതായത് തെക്ക് ദർശനമായ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല മുറിഞ്ഞ രീതിയിലാണ് എന്നുള്ളതാണ്. സാധാരണ ഇതിൽ മഹാദിക്കുകളായ വടക്ക് കിഴക്ക് ഈശാനകോണ്, അതുപോലെ തെക്ക് പടിഞ്ഞാറേ മൂല കന്നിമൂല നിരതികോൺ, തെക്ക് കിഴക്ക് ഭാഗം അഗ്നികോൺ, വടക്ക് പടിഞ്ഞാറ് വായുകോൺ. ഈ പ്രധാനപ്പെട്ട 4 കോണിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു കാരണവശാലും ഈ 4 കോണുകൾ കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കോൺ തിരിച്ചെടുക്കാനോ പാടില്ലാത്ത ഭാഗം. ശരിക്ക് ആ 4 മൂലം കറക്റ്റ് 90 ഡിഗ്രി തന്നെ നിൽക്കണം. ഈ പറഞ്ഞ വടക്ക് കിഴക്കേ മൂലഭാഗത്തിൻ്റെ പ്രത്യേകത നമ്മുടെ വാസ്തു എന്നുള്ള സങ്കല്പത്തിൽ വാസ്തുവിൻ്റെ തല വരുന്ന ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ അല്പങ്ങൾ പഠിച്ച ഒരാൾ അവിടെ പറയാൻ കാരണം, അയ്യോ ഇത് ദോഷമുണ്ടാവും നിങ്ങൾക്ക് എന്ന് പറയാം. അതിൽ ഒരു കുറച്ച് കാര്യമുണ്ട്. കാരണം ഇത് വേഴമണ്ഡലമാണ്. ഈ വേഴമണ്ഡലം എന്നൊക്കെ പറഞ്ഞാൽ വീടിന് സംബന്ധമായിട്ട് കറക്റ്റായിട്ട് നിൽക്കേണ്ട ഭാഗങ്ങളാണ്. അവിടെ നിന്ന് മുറിച്ച് ചരിച്ച് മുളിച്ച് വായിക്കേണ്ട ഭാഗമല്ല. ഈ നമുക്ക് വിശ്വാസം വാസ്തു എന്നുള്ള സങ്കല്പത്തിൻ്റെ ആ ദേവൻ്റെ തല ഇല്ലാത്ത ഭാഗമായിട്ട് വരും, തല മുറിഞ്ഞ ഭാഗമായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണ ഊർജ്ജ ഭാഗത്തിന് വളരെയധികം തടസ്സം ഉണ്ടാക്കും. നമുക്ക് വടക്കിഴക്കേ മൂലഭാഗം ഊർജ്ജ കേന്ദ്രം കൂടെയാണ്. അപ്പോൾ അതിന് എന്താണ് നിർമ്മിതി ചെയ്യാം? ആ ഭാഗം 90 ഡിഗ്രി വരത്തക്കരിയിൽ ഒന്നൊരു ഫൗണ്ടേഷനും കെട്ടിയെന്ന് കറക്റ്റ് ചെയ്യുക. നിർമ്മാണം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഒരു ഫൗണ്ടേഷനും കെട്ടി കറക്റ്റ് ചെയ്തിട്ട് മണ്ണൊക്കെ ഇട്ട ശേഷം അവിടെ നല്ല മനോഹര പൂക്കളോ പൂച്ചട്ടികളൊക്കെ വെച്ച് ക്രമീകരിക്കുക. അപ്പോൾ വലിയ പൈസ ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാം. അപ്പോൾ സാർ, അതിനകത്ത് രണ്ടാമത്തെ ഭാഗം അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാന വാതിൽ, വീടിൻ്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് തെക്ക് കിഴക്കാണ്. വീട് കുറച്ച് ഉയർത്തേണ്ടി വന്നു. സ്റ്റെപ്പ് തെക്ക് കിഴക്കായി കൊടുത്താൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. അപ്പോൾ തെക്ക് കിഴക്കാണ് പ്രധാന വാതിലിൻ്റെ സ്ഥാനം എന്ന് പറയുന്നുണ്ട്. സ്റ്റെപ്പും തെക്ക് കിഴക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അത് കുഴപ്പമുണ്ടോ എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ നിർമ്മിതി തെറ്റാണെന്നർത്ഥം. കാരണം നമ്മൾ ശാസ്ത്രവിധി പറയുമ്പോൾ നമുക്കതല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പുള്ളിയുടെ വീടിൻ്റെ ഇതിനെ വടക്കിഴക്കേ ഭാഗം മൂലഭാഗം കട്ടായി കിടക്കുന്നുണ്ട്. തെക്ക് കിഴക്കേ മൂലഭാഗത്ത് വാതിൽ പ്രധാനപ്പെട്ട ഡോറെന്ന് പറയുന്നുണ്ട്. അവിടെ കൂടെ തന്നെ ഇറങ്ങുന്നെന്ന് പറയുന്നു. അത് അഗ്നികോണാണ്. അപ്പോൾ അഗ്നികോണിൽ കൊണ്ട് ഡോർ ആരും കൊടുക്കില്ല, അത് തെറ്റാണ്. അപ്പോൾ ശരിയായിട്ട് പറഞ്ഞിരുന്നാൽ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക്, അതായത് കിഴക്ക് ദർശനമായിട്ട് നിൽക്കുന്നുണ്ട്, കിഴക്കിൻ്റെ മധ്യം എടുത്തിട്ട് വടക്കോട്ട് മാറി വരുന്ന ഭാഗം, അതായത് ആ മുറിഞ്ഞ് കിടക്കണമെന്ന ഭാഗം എന്ന് പറഞ്ഞു ആ ഭാഗത്തേക്ക് പ്രധാനപ്പെട്ട വാല് കൊടുത്ത് നിർമ്മിതി ചെയ്തിരുന്നെങ്കിൽ വളരെയധികം ഐശ്വര്യങ്ങളും എല്ലാ വീടിനുണ്ടാകുമായിരുന്നു. ഇനിയിപ്പോൾ വച്ച വീടിനെ ഇടിക്കാനും പൊടിക്കാനൊന്നും ഞാൻ പറയാറില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ മൂല ചേർന്നുള്ള പടിക്കെട്ട് കൊടുക്കാതെ ഇരിക്കുക, തെക്ക് കിഴക്കേ മൂലഭാഗത്തുള്ള. പിന്നെ വാതിൽ എങ്ങനെ നിൽക്കുന്ന, ഏത് പൊസിഷൻ നിൽക്കുന്നത് നമുക്ക് ഈ ലെറ്ററിൽ കൂടെ ചോദിച്ചിരുന്നാലും കണ്ടേ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ വ്യക്തിക്ക് വാസ്തുപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ശരിയായ രീതിയിൽ ശാസ്ത്രം പഠിച്ച ഒരാളിനെ കൊണ്ട് ആ വീടൊന്ന് പരിശോധിപ്പിച്ചിട്ട് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും ബുദ്ധി. തീർച്ചയായും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു കാഴ്ചയിലൂടെ മാത്രമേ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ തീർച്ചയായും ഒരു വാസ്തു ആചാര്യൻ്റെ സഹായത്തോടു കൂടി ഇപ്പോഴുണ്ടായിരിക്കുന്ന ഇതിന് പരിഹാരം കാണുക. ഇപ്പം നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന രീതി അനുസരിച്ചാണെങ്കിൽ വാസ്തുശാസ്ത്രപരമായിട്ട് അത് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് ശാസ്ത്രപരമായി തെറ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ പരിഹരിക്കാനായിട്ട് ഉടൻ തന്നെ അതിനൊരു
തീരുമാനമെടുത്ത് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ഇനി ഒരു ചോദ്യം ഇതിനകത്ത് നമുക്ക് വന്നിട്ടുള്ളത് കിണറിന്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടാണ്. സാധാരണ കിണർ കുഴിക്കുമ്പോൾ അതിന്റെ നമ്മുടെ സർക്കംഫറൻസ്, അതിന്റെ റേഡിയസ് എത്ര റേഡിയസിൽ സർക്കിളിൽ വരണം എന്നുള്ളത് അതിന് പ്രത്യേകിച്ച് കണക്കുണ്ടോ? സ്പേസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ചെയ്തുകൂടെ എന്നുള്ളത് ഒരു ആവറേജ് ആയിട്ട് പറയുന്നത്. നമുക്കിപ്പോഴ് ധാരാളം സ്ഥലമുണ്ട്. 10-20 സെൻറ്റ് തറയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതളവിലോടോ നമുക്ക് കിണറെടുക്കാൻ തടസ്സമില്ല. കിണറെടുക്കുന്ന വടക്ക് കിഴക്ക് ഭാഗത്ത് മീനിൻ്റെ ആശിലോ കുമ്പൻ്റെ ആശിലോ കിണറെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചില ആൾക്കാർ കിണറെടുക്കുമ്പോൾ കൃഷിക്ക് കൂടെ ആവശ്യമായി വലിയ രീതിയിൽ കിണറെടുക്കും, നല്ല രീതിയിൽ കിണറെടുക്കും. അപ്പോൾ ആ പമ്പ് സെറ്റ് വെച്ച് കൃഷിയും കൂടെ അത് എടുക്കുക. അത് ഒരുപാട് സ്ഥലമുള്ളവരൊക്കെയാണ്. അതല്ല 5 സെൻറ്റിലൊക്കെ വീട് വയ്ക്കുന്നവർക്കാണെങ്കിൽ ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് തന്നെ ഈ കിണർ പരമാവധി വലിപ്പം അറിയും, മാക്സിമം 4 അടി സർക്കിൾ, ചിലപ്പോൾ അതിനെക്കാട്ടും കുറച്ച് 1 മീറ്ററിനകത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ സ്ഥലത്തിൻ്റെ സൗകര്യം അനുസരിച്ചാണ് അത് എടുക്കുന്നത്. അതിന് പ്രത്യേകമായ അളവും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പരിമിതി അനുസരിച്ച് കിണറിൻ്റെ വ്യാസം കണക്കാക്കി എടുക്കാം. പിന്നെ വെള്ളം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ സ്ഥാനം കണ്ട് കിണറെടുക്കേണ്ടതെന്ന് അർത്ഥം. വല്ല ഭാഗത്തും കൊണ്ട് കിണറെടുത്താൽ വളരെയധികം ദോഷങ്ങളുണ്ടാകും. കിണറെടുക്കുന്നത് നിസ്സാരമല്ല, നമ്മുടെ വീടിൻ്റെ ഭാഗ്യമായ പല കാര്യങ്ങളും കൊണ്ടുവരുന്നൊരു ഭാഗം കൂടെയാണ്. അതുകൊണ്ട് നോക്കിയെടുക്കണമെന്ന് അർത്ഥം. അതായത് ഇതിൽ കൂടെ തന്നെ ഒരു ചോദ്യമാണ്, ഈ കോർണറിൽ നമ്മളിപ്പം മീനൻ രാശി മേടൻ രാശി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ജലത്തിന്റെ സാന്നിധ്യം വെച്ച് നിശ്ചയിച്ച് നൽകുമ്പോൾ തന്നെ ഇങ്ങനെ നിശ്ചയിക്കുന്നിടത്ത് നമ്മളത് കോണിൽ, അതായത് ആ കോർണറിൽ കൊണ്ടുവന്ന് കുഴിക്കാമോ എന്നുള്ളൊരു ചോദ്യം കൂടെ. സാധാരണ കോണിൽ നിന്ന് ഒരു 1 മീറ്ററെങ്കിലും ലെഫ്റ്റോ റൈറ്റോ മാറ്റി കുടിക്കുന്നതാണ് നല്ലത് കേട്ടോ. തീർച്ചയായും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കിണറിന്റെ സ്ഥാനത്തിൽ നമ്മൾ പ്രത്യേകിച്ച് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. വീട് പണിയുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് കിണറിന്റെ സ്ഥാനവും. കാരണം ജലം നമുക്ക് എപ്പോഴും ലഭിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് ലഭിക്കുകയും വേണം. എന്നാൽ അത്തരത്തിലുള്ള ഒരു കിണർ കൊണ്ട് നമ്മൾ ആ വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തിന് ഒരു തരത്തിൽ ദോഷവും വരാൻ പാടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി വീണ്ടും കാണാം. നമസ്കാരം.